മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ ടാസ്കുമായിട്ട് ബിഗ് ബോസ് എത്തിയിരിക്കുകയാണ്. 7ൻ്റെ പണിയാണ്. ആ സമയത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് ടാസ്ക് ലെറ്റർ വായിക്കാൻ ആരെങ്കിലും വരാൻ പറയുന്നുണ്ട്. ആ സമയത്ത് ആരും വേഗം എഴുന്നേറ്റ് ഓടുന്നുണ്ട്. മലയാളം നന്നായി വായിക്കുകയും ആ ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവർ തന്നെ വരണേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരും പറയുന്നുണ്ട് അത് എന്നെ ആക്കി പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടോ ബിഗ് ബോസേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേഗം തന്നെ നമ്മുടെ അപ്പാണി എഴുന്നേറ്റ് ഓടി. അനീഷേട്ടനും എഴുന്നേറ്റ് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പാണി ടാസ്ക് ലെറ്റർ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പണി തന്നെ തിരിച്ചു വന്നു. ആ സമയത്ത് ശാരിക പറഞ്ഞു ഞാൻ പോയിക്കോളാം, ഞാൻ വായിച്ച് മനസ്സിലാക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് നമ്മുടെ ശാരികയാണ് എന്നിട്ട് പോകുന്നത്. ബിഗ് ബോസിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഒന്നൊന്നര ടാസ്ക് തന്നെയാണ്. കാന്താരി മുളക് എന്നാണ് ടാസ്കിൻ്റെ പേര്. കാന്താരി ടോപ്പിക്കാണ് ഇവർക്ക് കൊടുക്കുന്നത്. എരിവുള്ള സംവാദമായാലോ? ബിഗ് ബോസ് പറയുന്നത് ഇനി ടീമില്ല, പണികൾ മാത്രമാണ്. ഈ ടാസ്ക് എന്ന് പറയുന്നത് 2 ഘട്ടമായിട്ടാണ് നടക്കുക. 7 ഗ്രൂപ്പാണ് ഉണ്ടാവുക. 4 റൗണ്ട് ഉണ്ടാവും, 3 റൗണ്ടും ഉണ്ടാവും. 2 മിനിറ്റ് സമയം മാത്രമായിരിക്കും ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവുക. ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ ടാസ്കിൽ ആദിലയും നൂറയുമാണ് ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര്യനും ജിസയിലും അനീഷുമാണ് അതിൽ ജഡ്ജായി വരിക. വ്യക്തിഗത സംവാദം. വ്യക്തിപരമായ ഒരു കാര്യങ്ങളും ചോദിക്കാൻ പാടുള്ളതല്ല എന്ന് സരികയും, അതേപോലെ തന്നെ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ പാടുമെന്ന് പറഞ്ഞുകൊണ്ട് ആദിലയും നൂറയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ സരികയ്ക്ക് സാധിക്കും. അവർ തമ്മിലുള്ളൊരു സംവാദമാണ്. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ വീട്ടിൽ തുടരാൻ ഏറ്റവും കൂടുതൽ യോഗ്യത എനിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നെവീനും ശൈത്യയും മത്സരിക്കുക. മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വീടിനുള്ളിൽ ഗ്രൂപ്പ് ഗെയിം പ്ലാനാണ് നല്ലതെന്ന് അക്ബറും, അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ഗെയിമാണ് നല്ലതെന്നും നമ്മുടെ അഭിലാഷും അക്ബറും തമ്മിൽ വാദിക്കുക എന്നാണ്. നാലാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഡെഡ് സോണിൽ നിന്നും വീട്ടിലേക്ക് പ്രവേശിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യത എനിക്ക് മാത്രമായിരുന്നു എന്ന് ശാരികയും അതേപോലെ തന്നെ ഒനിയിലും വാദിക്കുക എന്നതാണ് ടാസ്ക്. ഇതിൽ നമ്മുടെ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഒരു പണിയുണ്ട് ശാരികയ്ക്കും ഒനിയിലും. എനിക്കിത് നിങ്ങൾക്ക് തരാൻ വേറെ ഓപ്ഷനുകളൊന്നുമില്ല. കാരണം നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ വേറെ കണ്ടൻറ്റുകൾ ഒന്നും തന്നെ തരുന്നില്ല എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ എല്ലാവരും ടാസ്കിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്.